ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ വാഗീശ്വരിയേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം കദളീവനമധ്യസ്ഥം ബാലാർക്കായുധ തേജസ ജപന്തം രാമ രാമേതി ഹനുമന്തം ഗുരും സദാ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേകിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ച് ജഡപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നെന്നു ചൊല്ലിയിടിനാൻ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം, ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും. സത്വരം രാമനെ കാണാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകേയപുത്രീസുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനിതന്നേരം. ബാണചാപാദി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി
നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരം സോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ നിന്നു ഗുഹോഹമത് ഇത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്ഥാപ്യ ഗാഢമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യമനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ. ആലിംഗനം ചെയ്തുവല്ലോ ഭവാനി ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മീ ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കു അതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീ അവനെന്തു പറഞ്ഞതും. നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സകൽഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധ്നി സുവർണതൽപസ്ഥലേ. കോമള സ്നിഗ്ധ ധവളാംബരാസ്തൃതേ. രാമേണ ശേതേ മഹാസുഖം സാ കഥം. ശേതേ കുശമയ വിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മന. മദോഷകാരണാലെന്നതു ചിന്തിച്ച് ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവൻ.
കിൽബിഷകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ വന്നു ജനിച്ചോരു കാരണം ദുഷ്കൃതിയായി അതിപാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കു ദാസനായി ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മധ്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യ തനയനെവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഹനുമുര ചെയ്താൻ മംഗളദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ കർത്തുമമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭുത നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാ കുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയുമെടുത്തതിൽ ഏറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോട് ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശവതിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തരീത്യാ കടത്തിടിനാദരാൽ ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ താനുമനുജനുമായി ഉടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം
ഉജ്ജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനമാസീനം വിധി സമം ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്ത് ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമിക്കോപ്പുപവന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാ ജനങ്ങളാൽ പൂജ്യനായൊരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരേ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരത ദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനേ. എങ്കിലും വാസ്തവം ഞാനുണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കേണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണ് തപോനിധേ. ഞാനേതുമോ ഒന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകേയപുത്രിയാം അമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിന്നി പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേനം പുണർനീടിനാൻ. ചുംബിച്ചു മൂർധ്നി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടും ഇല്ലൊരു സംശയം.
ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതിനിൽ ഒരു വൈമുഖ്യമെന്ന് ഭരതനും കാൽ കൊഴുകി സമാചര്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവന വൈഭവം എത്രയുമത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാൽ സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായ രാമരാവതീ സന്നിഭേ ഉത്ഥാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാൾ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാതര തപോധന മണ്ഡലേ. കാണാഞ്ഞൊരോരോ മുനിവരന്മാരോട് താണു തൊഴുതു ചോദിച്ചു മത്യാദരം. പുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരുമരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലപൂർണവല്ലീതരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീ ബകുള പനസങ്ങൾ
ആമാത്രകാർജുനനാഗപുന്നാഗങ്ങൾ കേരപുങ്കങ്ങളും കോവിതാരങ്ങളും നേരണ്ട ചമ്പകാശോകതാളങ്ങളും മലതീ ജാതി പ്രമുഖ ലതാവലി ശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദിനാനാ വിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരംഗാദിനാനാ മൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്രസം ലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനുമന്നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായ അതിശോഭനം പാവനം അങ്കുശാബ്ദധ്വജവജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്നനായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തദാരേണു തന്മൗലിയിൽ കോരിറ്റീടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതലം ആരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ മുഹുരിപാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായാനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദം മന്ദം പരമാശ്രമസന്നിധൗ ചെന്ന് നിന്നൊരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദം മന്ദിരമിന്ദ്രാദിവൃന്ദാരകവൃന്ദ വന്ദിതമിന്ദിരാമന്ദിരോരുസ്ഥല ഇന്ദ്രാവരജ മന്ദീവരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജടാകൂടം വൽക്കലാമംബരം സോമബിംബാഭ പ്രസന്ന വക്ത്രാംബുജം ഉദ്യത്തരുണയുതശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോതമാനാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം
രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗ കുക്ഷീസ്ഥിതാനേകവാത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദന ആരണ്യവാ വാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ട് തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമനവനെയും ശത്രുഘ്നനെയുമാമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്ത് ദീർഘനിശ്വാസവും അന്യോന്യം ആയിക്കൊണ്ട് ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരഭിവത്സങ്ങളുമണച്ചാനന്ദപൂർവകം. സത്സംഗമേറെയുള്ളൊരു സൗമിത്രയും തത്സമയേ ഭരതാംഘ്രികൾ കൂപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രദൃശാർത്തന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് പാദങ്ങളിൽ നമിച്ചോൻ രഘുനാഥനും. എത്രയോ ആർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്ത് ഗാഢമാശ്ലിഷ്യ ശിരസി മുകർന്നുടൻ ഊഢമോദം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാദരാൽ. ലക്ഷ്മണൻ താനുമവണ്ണം വണങ്ങിനാൻ ലക്ഷ്മീ ഭഗവതിയായ സീതാദേവി. രാമ രഘുകുലനായക ശ്രീരാമ രാമ 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 രാക്ഷസ നിഗ്രഹ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രോനഹം.